ഇന്ന് എൻ്റെ ശനിയാഴ്ച വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായാലോ. വൈകിട്ട് ഒരു 6 മണിയായപ്പോഴേക്കും ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി. ഇനി അവനെ നോക്കിയുള്ളൊരു നിപ്പാണ് കേട്ടോ ഇത്. അവനെ നോക്കി നിൽക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം മഴ കൂടി കേട്ടോ. പിന്നെ അവസാനം ഞാൻ യൂബറും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. നല്ല വിശപ്പോടാണ് ഞാൻ ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മയാണെങ്കിൽ ഇന്ന് വൈകിട്ട് കപ്പ് കേക്ക് ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ചേക്കണത്. പിന്നെ പറയണ്ടല്ലോ, ശനിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് ചിക്കനും മീനും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിത് മീൻകറിക്കുള്ള പരിപാടി തുടങ്ങി. ഇതിൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു കൊടുക്കൽ മാത്രമാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കൂടി പുണ്യാളിൻ്റെ അടുത്ത് പോയിട്ട് മെഴുകുതിരി എത്തിക്കാനായിട്ട് ഞാനും അമ്മയും കൂടി മിക്കപ്പോഴും രാത്രികൾ ഇതേപോലെ മെഴുകുതിരി എത്തിക്കാൻ വേണ്ടി പുണ്യാളിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. മാസത്തിൽ 1-2 തവണയെങ്കിലും നമ്മൾ പുണ്യാളിൻ്റെ അടുത്ത് പോകുമ്പോട്ട് മെഴുകുതിരിയൊക്കെ കത്തിക്കാനായിട്ട്. നല്ല കാറ്റൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മൾ മെഴുകുതിരി എത്തിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ നമ്മൾ പോകുന്നവരെ മെഴുകുതിരി ഒന്നും കെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലേക്കാണെങ്കിൽ വെറും കൈയോട് പോകാനേ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദർശനം കയറിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് ഇവിടെ നിന്ന് 3 ഐസ്ക്രീമും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചതേ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിയ പാടന്നെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞാൻ മൂവി കാണാൻ വേണ്ടി ഇരുന്നിട്ട്. അപ്പോൾ ഗാട്ടാഗോസ്തി 2 ആട്ടെ എന്ന് കാണാൻ വേണ്ടി ഇരുന്നത്. കാരണം കുറച്ച് ദിവസം ഇത് കാണുന്ന പറഞ്ഞാൽ മാറ്റി വെക്കുന്നത്. പിന്നെ രാത്രി ആയപ്പോഴേക്കും ചോറിൻ്റെ കൂടെ മീൻകറിയും മീൻ വറുത്തതും ചെമ്മീൻ വറുത്തതും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് നേരെ കിടന്നുറങ്ങി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.